പറ്റേ? അതള പിതള തവളാച്ചി ചുക്കുമരിക്കണ സ്റ്റാച്ചു. വേണ്ട, ഇംലി, 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 എന്റെ ഇംലി വേഗം ശരിയാക്ക്, വേഗം. അതള പിതള തവളാച്ചി ചുക്കുമരിക്കണ സ്റ്റാച്ചു. ഇംലി വേഗം ശരിയാക്ക്, അല്ലെങ്കിൽ പണി തരുന്നേ. അതള പിതള തവളാച്ചി സ്റ്റാച്ചു. എന്തൊരു ടേസ്റ്റാ ഇതിന്. നീ ഇവിടെ കഴിച്ചോണ്ടിരിക്കുവാണോ? അവിടെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? നേരത്തെ ഒരു സ്റ്റാച്ചു മാൻ വന്നില്ലേ, അയാൾ അവിടെ പോയി. എല്ലാ സമയത്തും ഒരേ ഡയലോഗ് തന്നെ പറയാതെ വേഗം എന്റെ കൂടെ വാ. അതള പിതള തവളാച്ചി ചുക്കുമരിക്കണ സ്റ്റാച്ചു. അയാള് സ്റ്റാച്ചു ആയി മാറി. ഇനിയെങ്കിലും നിനക്ക് ഇയാളെ ഗെയിമിലേക്ക് തിരിച്ചയക്കാൻ പറ്റുമോ? അകടം പകടം ആലം പാലം. ഇനി ഇയാളെ ഇവിടെ കാണാൻ പാടില്ല. ഏത് ഗെയിമിൽ നിന്നാണോ പുറത്തേക്ക് വന്നത് ആ ഗെയിമിലേക്ക് തന്നെ തിരിച്ചു പോകട്ടെ. ഇംലി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ, സ്റ്റാച്ചു മാൻ എവിടെ പോയി? പെട്ടെന്ന് ഇതെനിക്ക് എന്താ പറ്റിയത്? പണ്ടിടച്ച, നിങ്ങൾക്ക് ഇതെന്താ പറ്റിയത്? എന്താ മിണ്ടാത്തെ? എന്തെങ്കിലും ഒന്ന് പറയും പണ്ടിടച്ച. അല്ല, ബണ്ടിയുടെ അമ്മ എന്തിനാ ഇവിടെ നിന്ന് കരയുന്നത്? എന്താ പറ്റിയത്? അച്ഛൻ പഴയ പോലെയായി, അച്ഛൻ പഴയ പോലെയായി, അച്ഛൻ പഴയ പോലെയായി. അതൊരു രഹസ്യമാണ്. ആ രഹസ്യം പരസ്യമാകാതിരിക്കട്ടെ. അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. കുറച്ചു മുമ്പ് അവൻ എല്ലാവരും സ്റ്റാച്ചു ആക്കി മാറ്റിയതാണ്. അവൻ ആരാണ്, എവിടുന്നാണ് വന്നത്, എങ്ങനെയാണ് തിരിച്ചു പോയതെന്നത് അതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയില്ല. അയ്യോ താങ്ക് യു. നീ വളരെ ധൈര്യശാലിയാണല്ലോ മോളെ. ഇമ്ലി, നീ ഇവരെയൊക്കെ നോക്ക്. ഞാൻ പോയി ആ ടൈഗറിനെ നോക്കിട്ട് വരാം. എടാ ടൈഗറെ, നീ എവിടെ പോയി കിടക്കുക? ധൈര്യം ഉണ്ടെങ്കിൽ മുന്നിലോട്ട് വാടാ. ഈ ഫുർസത് ഗഞ്ചിനെ രക്ഷിക്കാൻ സൂപ്പർ ഹീറോ വന്നിട്ടുണ്ട്. ചുൽബുൽ ദ ഗ്രേറ്റ്. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ, നിങ്ങളത് സീരിയസ് ആയിട്ട് എടുത്തോ? രക്ഷിക്ക് ജിണ്ടു, രക്ഷിക്കടാ. എന്റെ സഹായമൊക്കെ ഇല്ലാതെ ഇവരെങ്ങനെ ജീവിക്കാന്ന് അറിയില്ല. ഇവനിതെന്ത് പറ്റി? ഇവന് ജീവനുണ്ടായിരുന്നല്ലോ. ടൈഗർ ചേട്ടാ, നമസ്കാരം. നിങ്ങള് കാട്ടിലെ രാജാവല്ലേ? ഇവിടെ എന്തിനാ വന്നത്? ഞങ്ങൾ മനുഷ്യന്മാരല്ല, ഞങ്ങളുടെ കാടെല്ലാം വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പിന്നെ ഞാൻ അങ്ങോട്ട് പോകും. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, നിങ്ങളുടെ നാട് ഞാൻ കൈയടക്കിയാലോ എന്ന്. നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരുപാട് നേരം നിൽക്കാൻ പറ്റില്ല. ഇപ്പൊ ആളുകളെല്ലാം വന്ന് ടൈഗർ ചേട്ടനെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവും. അപ്പോ ഞാനെന്ത് ചെയ്യും? എങ്ങോട്ട് പോകും? ഞാൻ എന്റെ പ്രജകൾക്ക് വാക്ക് കൊടുത്തിട്ടാണ് വന്നത്. നാട്ടിലുള്ളവരെ പാഠം പഠിപ്പിച്ചിട്ടേ വരുള്ളൂന്ന്. വരൂ, നമുക്ക് കാട്ടിലേക്ക് പോയി നോക്കാം. അവിടെ മരങ്ങൾ ആരാ മുറിക്കുന്നെന്ന് നോക്കാം. ജിൻഡു, പറയൂ, എന്താ ചെയ്യണ്ടേ? ഈ ടൈഗറിനെയാണോ ഞാൻ പിടിക്കേണ്ടത്? ഞങ്ങളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോ. അതിനു മുൻപേ ആദ്യം ചുൾബുളിനെ നേരെയാക്ക്. ഇന്നാ പിടിച്ചോ.
ദേ കണ്ടില്ലേ, ആ ആളുകളാണ് ഞങ്ങളുടെ കാട് മുഴുവൻ വെട്ടി നശിപ്പിക്കുന്നത്. ടൈഗർ ചേട്ടാ, നിങ്ങൾ ഇവിടെ നിന്നോ? അവരുടെ കയ്യില് തോക്കുകളുണ്ട്. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവര് ചിലപ്പോ വെടിവെക്കും. ഞാൻ അവരോട് പോയി സംസാരിച്ചിട്ട് വരാം. വീർ, ഞാനും വരുന്നു. വേണ്ട, ഓൾറെഡി നീ നിന്റെ ജീവൻ അപകടത്തിലാക്കിയിരിക്കുക എമിലി. നീ വളരെ ധൈര്യശാലിയായ പെൺകുട്ടിയാണ്. പക്ഷെ വീർ പറയുന്നത് ശരിയാണ്. നീ ഞങ്ങളോടൊപ്പം ഇവിടെ നിൽക്കണം. ജിൻഡു, നീയും ഇവിടെ നിന്നോ. ഞാൻ പറയുന്നത് വരെ മാജിക് ഒന്നും കാണിക്കരുത്. വെരി ഗുഡ് വീർ. ഇനി നമുക്ക് കുറെ മാങ്ങ കഴിക്കാലോ. വീർ, സൂക്ഷിച്ച്. ഒന്നും പറ്റില്ലല്ലോ. നമുക്ക് വേറെ വഴി നോക്കാം. വീർ, മുന്നൂറിന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ചിറകില്ലേ, അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പറന്നു ചെല്ലാം. എന്നിട്ട് മാങ്ങ പറിക്കാലോ. യെസ്. ഈ ചെക്കനൊരു ശല്യമായല്ലോ. ഇവനെ ഞാൻ എന്തായാലും മാങ്ങ പറിക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ എന്നെ ഓർമ്മ വന്നല്ലേ? സഹായിക്കാന്ന് നേരത്തെ പറഞ്ഞപ്പോ എന്തായിരുന്നു ജാടാ? താങ്ക് യു ജിൻടു. ഇനി ഞാൻ മാജിക് ഉപയോഗിച്ച് മാങ്ങ പറിക്കട്ടെ? വേണ്ട വേണ്ട, നമ്മൾ തോൽവി സമ്മതിക്കാൻ പാടില്ല. വീർ, യെസ് യെസ് ഇംലി. ഹാ 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 ഹാ. ആരാ അവിടെ? ആരാ ഈ പാതിരാത്രി നിലവിളിക്കുന്നേ? ആരാണെന്നാ ഞാൻ ചോദിച്ചത്. ഞങ്ങൾ ഭൂതങ്ങളാണ്. മാങ്ങ കഴിക്കാൻ വേണ്ടി വന്നതാ. ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നേ? പകല് കുറെ പിള്ളേര് മാങ്ങ പറിക്കാനാണെന്ന് പറഞ്ഞു വന്ന് ശല്യം ചെയ്യും. ഇപ്പൊ രാത്രി ഭൂതങ്ങൾ ഇറങ്ങിയോ? നിങ്ങൾക്ക് മുന്നേ ഒരാളൂടെ വന്നായിരുന്നു ഇവിടെ. അയാളോട് ചോദിക്കേ. അയാള് സമ്മതിക്കുവാണെ കഴിച്ചോ? നിങ്ങളുടെ ഉടായ്പകളൊന്നും കൊണ്ട് പേടിക്കുന്ന ആളല്ല ഞാൻ. എനിക്ക് നിന്റെ സൈക്കിള് വേണം. പെട്ടെന്ന് തന്നെ തിരിച്ചു കൊണ്ടുതരാം. ഞാനോ? നിനക്ക് എന്റെ സൈക്കിള് തരണോന്നോ? പ്ലീസ് പ്ലീസ്, സമയം കുറവാണ്. സൈക്കിള് തരൂ, ഞാൻ ഉടനെ തിരിച്ചു കൊണ്ടുതരാം. പ്ലീസ്. സൈക്കിള് തന്നില്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും? നീ സൈക്കിൾ തരുന്നുണ്ടോ അതോ ഇല്ലയോ? എടുത്തോ എടുത്തോ എടുത്തോ. അതിനെന്തിനെങ്ങനെ അലറുന്നേ? ഇത് ആ ഇംലി തന്നെ അല്ലേ? ഞാനിവിടെ ഉള്ളപ്പോ നിനക്ക് എന്റെ കൂട്ടുകാരനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്ന് പിടിച്ചോ. ഞാനിത് എത്തിപ്പോയി. നീ ഇനി വിഷമിക്കണ്ട.
നമുക്ക് ശരിക്കും ചപ്പും ചവറും എടുക്കുന്ന ഡസ്റ്റ്ബിനാക്കി മാറ്റാം. ഇംലി, ചുൾബുൾ, താങ്ക്സ്. നിങ്ങളെ പോലത്തെ കൂട്ടുകാർ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. നിന്നെ പോലെ ഒരു കൂട്ടുകാരൻ എല്ലാവർക്കും ഉണ്ടാവണം. നിന്റെ പേര് പോലെ തന്നെ നീ ശരിക്കും ഒരു വീരനാണ്. എന്റെ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടിരിക്കുന്നു. എനിക്ക് തരൂ, എന്റെ റോബോട്ടിന് എനിക്ക് തരൂ. ഡസ്റ്റ്ബിൻ തരൂ, വേഗം തരൂ, തന്നോളൂ. അയ്യേ, ചീഞ്ഞു നാറുന്ന.